അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലമാണ്, അതായത് ന്യൂട്ടൺസ് ഡിഫറൻസ് ഇന്റർപോളേഷൻ. ഡിവൈഡഡ് പ്രോബ്ലമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നേരത്തെ ഡിസ്കഷൻ തുടർച്ച പ്രോബ്ലം. Construct the divided difference table. Construct the divided difference table for the following data. Determine approximate value of approximate value of f of 1 using divided difference interpolation. Data x f of x minus 1 minus 4 0 minus 5 3 16. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ട് ഡിവൈഡഡ് ഡിഫറൻസ് ടേബിള് കൺസ്ട്രക്ട് ചെയ്യാൻ, അതുപോലെ ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഉപയോഗിച്ചിട്ട് നമ്മളോട് എഫ് ഓഫ് വണ്ണിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂറ്റ് ചെയ്യാൻ. അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് ദ ഡിവൈഡഡ് ഡിഫറൻസ് ടേബിൾ ഫോർ ദി ഫോളോയിങ് ഡാറ്റ ആൻഡ് ഡിറ്റർമിൻ ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് എഫ് ഓഫ് വൺ യൂസിങ് ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ. ഓക്കെ, ആൻസർ given that answer given that x not equal to minus 1, x1 equal to 0, x2 equal to 3, f not equal to minus 4, f1 equal to minus 5, f2 equal to 16. For divided നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് ആണ്. ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് എന്നാൽ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് f of x naught x1 എന്നാൽ f1 minus that is f of x1 minus f of x naught divided by x1 minus x2. Okay, f of x1 x2, f of x2 minus f of x naught f of x naught divided by f of x2 minus f of x1 divided by x2 minus x1 etc. f of xn minus 1 xn
equal to f of xn minus f of xn minus 1 divided by xn minus xn minus 1. First divided. നമുക്കറിയുന്ന ഫോം സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്. സെക്കൻഡ് ഷോർട്ടായിട്ട് ഏതാണ് ഡി ഡി എന്നാണ് എഫ് ഓഫ് എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു എന്നാല് എഫ് ഓഫ് എക്സ് വൺ എക്സ് ടു മൈനസ് ഓഫ് എക്സ് നോട്ട് x1 divided by x2 minus x0. F of x1, x2, x3 general that is f of formula xi plus 1 xi plus 2 f of x xi plus 1 xi plus 2 minus f of then f of xi plus 1 xi plus 2 f of xi plus 1 xi plus 2 minus f of xi plus 1 divided by xi plus 2 minus xi അങ്ങനെ and etc. അപ്പോൾ നമുക്ക് ഓരോന്ന് കാണാം. ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ആണ് ആ ഫോർമുല. അപ്പോൾ ഫസ്റ്റ് ഡിവൈഡഡ് ഫസ്റ്റ് ഡിഗ്രി എഫ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് എക്സ് നോട്ട് എക്സ് നാല് എഫ് നോട്ട് f1 minus f naught divided by x1 minus x naught. f1 minus 5 minus 4 divided by x1 minus 0, so 0 minus 1 minus 1 അതുപോലെ f of x1 x2 ഇതിൻ്റെ വാല്യൂ f2 minus f1 divided by x2 minus x1 എത്ര കിട്ടും? f of x1 x2 ഇതിൻ്റെ വാല്യൂ f2 എന്ന് പറഞ്ഞാൽ 16 minus 5 divided by 3 minus 0 that is 21 by 3 equal to 7. ഇനി ഉണ്ടോ ഫസ്റ്റ് ഡിവൈഡ് x1 x0 x1 x1 x2 x3 x2 x3 ഉണ്ടോ? ഇല്ല, അതേ മൂന്നേ ഉള്ളൂ. x0 x1 x2 സെക്കൻഡ് divided difference. Second DD എന്ന് എഴുതുന്നത് സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ആണ്. ടേബിളിൽ മാത്രമേ ഇങ്ങനെ എഴുതാവുള്ളൂ. സെക്കൻഡ് ഡിവൈഡ് DD എന്താണ്? എഫ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് x0 x1 x2 എന്താണ്? എഫ് ഓഫ് x1 x2 അതായത് x1 x2 മൈനസ് എഫ് ഓഫ് x0 x1 divided by x2 minus x1 second that is equal to the value
എഫ് ഓഫ് x1 x2 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. x1 x2 7 മൈനസ് എഫ് ഓഫ് x0 x1 മൈനസ് 1 അപ്പം മൈനസ് 1 ഡിവൈഡഡ് ബൈ x2 എന്ന് പറഞ്ഞാൽ 3 ആണ്, x0 പറഞ്ഞാൽ മൈനസ് 1. സോറി ഇവിടെ x0 x2 എന്ന് പറഞ്ഞാൽ 3, x0 പറഞ്ഞാൽ മൈനസ് 1 അപ്പം മൈനസ് 1 അപ്പോൾ 8/4 ഈക്വൽ ടു 2. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ഇനി തേർഡ് ഉണ്ടാവും. തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ഇല്ല, കാരണം ഇതിന് സെക്കൻഡ് വരെ ഉള്ളൂ, x0 x2 വരെ ഉള്ളൂ. അതുകൊണ്ട് തേർഡ് ഉണ്ടാവണം x3 കൂടി വേണം. അപ്പോൾ ഡിവൈഡഡ് ഡിഫറൻസ് ആയി ഡിഫറൻസ് ടേബിളിൽ നെക്സ്റ്റ് ഡിഫറൻസ് ടേബിൾ ഡിഫറൻസ് ടേബിൾ ഒരു വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ വാല്യൂ അതിന് മുകളിൽ എഴുതിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡിവൈഡ് നെക്സ്റ്റ് നമ്മൾ ഡിഫറൻസ് ടേബിൾ എടുക്കാം. Thus if divided difference table is divided difference table is x f of x first dd second dd first dd second dd ആണ് ഫസ്റ്റ്. എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെ? -1 0 3. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -4 -5 16. ഈ ഫസ്റ്റ് ഡിഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എഴുതാം. ഫസ്റ്റ് ഡിഡി എന്താണ്? എഫ് ഓഫ് ഇത് വാല്യൂ ഫസ്റ്റ് ഡിഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. ഇത്രയും -1. അടുത്ത് ഫസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഡി ഇവിടെയാണ്. ഇതിന് കറസ്പോണ്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഡിഡി എത്ര ചെയ്തിട്ട് നമുക്ക് 7 കിട്ടിയത് 7. സെക്കൻഡ് ഡി ഡി എന്നാൽ ഇതിന് കറസ്പോണ്ട് ചെയ്തിട്ട് എത്ര കിട്ടിയത് 2 ആണ് ഡിവൈഡഡ് ഡിഫറൻസ്. ഒരു മിനിറ്റ്. ഡിഫറൻസ് ടേബിൾ ആയി അപ്രോക്സിമേഷൻ കാണും. ടേബിളായി. നെക്സ്റ്റ് നമുക്ക് അപ്രോക്സിമേഷൻ കാണാം. അപ്പോൾ we have the Newton's dd divided difference ഷോർട്ട് ആയിട്ട് എഴുതുന്നതാണ് ശ്രദ്ധിക്കണം. dd എഴുതരുത് എപ്പോഴും. ഡിവൈഡഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ polynomial Pn of x equal to f naught plus f of x naught x1 into x minus x naught plus f of x naught x1 x2 into x minus x naught into x minus x1 plus f of x naught x1 x2 x3 into x1 x minus x naught into x minus x1 into x minus x2 plus etc plus f of x naught x1
x2 etc. xn into x minus x naught, x minus x1, x minus x2 plus x into etc. x minus xn minus 1. ഇതാണ് ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ പോളിനോമിയൽ. ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ പോളിനോമിയൽ. This നമുക്ക് ഹിയർ നമ്മുടെ പ്രോബ്ലത്തിൽ n ഈക്വൽ ടു എത്രയാണ്? n ഈക്വൽ ടു എക്സ് നോട്ട് എക്സ് വൺ എക്സ് ടു ആണ്. n ഈക്വൽ ടു 2 ആണ് നമ്മുടെ പ്രോബ്ലത്തിൽ. Thus P2 of x ഈക്വൽ ടു P2 of x എന്നാൽ f നോട്ട് പ്ലസ് f of x നോട്ട് x1 into x minus x naught plus f of x naught x1 x2 into x minus x naught into x minus x1. n equal to 2 ആയതുകൊണ്ട് P2 of x. അപ്പോൾ എത്ര ഉണ്ടാവും? f നോട്ട് ഉണ്ടാവും, f of x naught x1 into x minus x naught. പിന്നെ അടുത്ത ടേം ഉണ്ടാവുമോ? ഇല്ല, കാരണം x2 x3 എന്ന് പറഞ്ഞ ടേം നമുക്കില്ല. കാരണം x നോട്ട് x1 x2 വരെ ഉള്ളൂ. അതാണ് P. അപ്പോൾ നമ്മൾ വാല്യൂസ് ഉണ്ട്, ഓരോന്നിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. This P2 of x, P2 of x എന്താ? f നോട്ട് എന്തായിരുന്നു? f നോട്ട് ഈക്വൽ ടു -4 അല്ലേ? അപ്പോൾ -4 പ്ലസ് f ഓഫ് ഫസ്റ്റ് ഡിവൈഡഡ് f ഓഫ് x നോട്ട് x1 എന്ന് പറഞ്ഞാൽ എത്ര? f ഓഫ് x നോട്ട് x1 എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു x മൈനസ് x നോട്ട് എത്രയാണ്? x നോട്ട് -1 അല്ലേ? അപ്പോൾ x മൈനസ് -1 പ്ലസ് f of x naught x1 x2. That is second divided. The first divided difference is second divided. എത്ര വരുന്നു? 2 അല്ലേ? 2 into x minus x naught എന്ന് പറഞ്ഞാൽ -1 x1 എന്ന് പറഞ്ഞാൽ എത്ര? x1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 അല്ലേ? x minus 0. That is equal to -4 -1 into x plus 1 plus 2 into x plus 1 into x naught. That is Pn of x equal to -4 minus x minus 1 plus 2x square plus 2x naught. That is equal to 2x square plus x minus 5. Pn of x Pn of x interpolation polynomial കിട്ടി. That's for the Newton interpolation. Newton's divided interpolation divided difference dd ആണ്. divided difference divided വാരി വരാണ്ട് അതുകൊണ്ടാണ് divided difference മാറിപ്പോയത്. interpolation polynomial is P2 of x equal to 2x square plus x minus 5. Therefore, f of 1 equal to approximately equal to P2 of 1. P2 of 1 is 2 into 1 square plus 1 minus 5. This is P2 of 1. P2 of 1 is 2x square 2 into 1 square. So, 2 plus 3 minus 5 equal to minus 2. So, f of 1 in the approximated value. This symbol is approximately equal to
-2. f(1) equal to എത്ര കിട്ടുന്നു? -2. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യാം. നെക്സ്റ്റ് പ്രോബ്ലം. Using divided difference, using divided difference, Newton's എന്ന് പറയണമെന്നില്ല, using divided difference, show that the data x, f of x, x in the value -3, -2, -1, 1, 2, 3. x in the value 18, 12, 8, 6, 8, 12. Represent a second degree polynomial. Second degree polynomial. Hence determine the interpolating polynomial. The interpolating polynomial. Question ഇതാണ്. ഡിവൈഡഡ് ഡിഫറൻസ് ഉപയോഗിച്ചിട്ട് തന്നിട്ടുള്ള ഡാറ്റ ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇന്റർപോളേറ്റിംഗ് പോളിനോമിയൽ ഒബ്റ്റെയിൻ ചെയ്യണം. ഇതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എന്താ ചെയ്താൽ മതി പറഞ്ഞാൽ, ഒരു സെക്കൻഡ് ഡിഗ്രി ആണെന്ന് തെളിയിക്കണമെങ്കിൽ അതിൻ്റെ ഡിവൈഡഡ് ഡിഫറൻസ് നമ്മൾ കാണില്ല, ടാബിൾ കാണും. അപ്പോൾ തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് മുതലുള്ള ടേംസ് മൊത്തം 0 ആണ് തെളിയിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് മുതലുള്ള ഇതൊക്കെ 0 ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? സെക്കൻഡ് ഡിഗ്രി ആയിരിക്കും. അതല്ല ഫോർത്ത് മുതലാണ് 0 എന്ന് വിചാരിച്ചു. ഡിവൈഡഡ് ഡിഫറൻസ് ടാബിളിൽ ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് അത് 0 ആണ്. അവിടെ അങ്ങോട്ടുള്ള ടേം 0 ആണെന്ന് വിചാരിച്ചു വെക്കും. അങ്ങനെയാണെങ്കിൽ അത് എന്തായിരിക്കും? തേർഡ് ഡിഗ്രീനെ റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ ഡിവൈഡഡ് ഡിഫറൻസ് ഫിഫ്ത്ത് ഡിഗ്രിയാണ്. ഫിഫ്ത്ത് ഡിവൈഡഡ് ഡിഫറൻസ് മുതലാണ് 0 എങ്കിൽ അതെന്തായിരിക്കും? ഫോർത്ത് ഡിഗ്രി പോളിനോമിയലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ആൻസർ വരാം. ശ്രദ്ധിക്കേണ്ട പ്രൂഫ് ആൻസർ. അപ്പോൾ നമുക്ക് എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? ഡിവൈഡഡ് ഡിഫറൻസ് ടാബിൾ കൺസ്ട്രക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ അത് ഡിവൈഡഡ് ഡിഫറൻസ് ടാബിൾ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിവൈഡഡ് ഡിഫറൻസിൽ ഏത് മുതലാണോ അതിൻ്റെ ഡിവൈഡഡ് ഡിഫറൻസ് 0 ആവുന്നത്, അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ളതായിരിക്കും. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ആവണമെങ്കിൽ തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് മുതലുള്ള ടേം എന്താവണം? ഡിവൈഡഡ് ഡിഫറൻസുകൾ എന്താവണം? 0 ആവണം. അതല്ല തേർഡ് ഡിഗ്രി ആവണമെങ്കിൽ എന്താവണം? ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് മുതൽ ഉള്ള ഡിവൈഡഡ് ഡിഫറൻസുകളൊക്കെ എന്താവണം? 0 ആവണം. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് സെക്കൻഡ് ഡിഗ്രി. അപ്പോൾ തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ടാബിൾ എന്തായിരിക്കണം? 0 ആണെന്ന് തെളിയിക്കാൻ പറ്റണം. ഇതാണ് നമ്മുടെ 0 ആണെന്ന് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഓക്കെ, given that x naught തന്നിട്ടുണ്ട്, x1 തന്നിട്ടുണ്ട്. x naught equal to -3, x1 equal to -2.
x2 equal to -1, x3 equal to 1, x4 equal to 2, x5 equal to 3, f0 equal to 18, f1 equal to 12, f2 equal to 6, f3 equal to 8, f0 18, f1 12, f2 6, sorry, f2 8, f3 6, f3 6, f4 8, f5 12. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. We have to find the first divided difference, second divided difference, and third divided difference, and fourth up to fourth divided difference. First we have first degree f of xi plus 1. ഞാൻ ഫോർമുല ഇടുകയാണ്. f of xi plus 1 എന്ന് പറഞ്ഞാൽ എന്താണ്? f of xi plus 1 minus f of xi divided by xi plus 1 minus xi. ഓക്കെ, ഇതാണ് ഫോർമുല. അതായത് x0 x1, f of x0 x1 minus f1 equal to 0, 1, 2, 3 etc. up to n minus 1 വരെ. ഓക്കെ, n minus 1 വരെ ഉണ്ടാവുള്ളൂ. അവിടെ ഉള്ളതിൽ ഫസ്റ്റ് f of x0 x1 എന്തായിരിക്കും? f of x1 minus f of x0 divided by x1 minus x0. ഇതിന്റെ വാല്യൂ എത്രയാണ്? f of x1 എന്ന് പറഞ്ഞാൽ f1, അതായത് 12 minus 18 divided by x1 minus x0. x1 എന്ന് പറഞ്ഞാൽ എത്ര? -2. അപ്പോൾ -2 minus -3, -2 minus -3, 12 minus 18 എന്ന് പറഞ്ഞാൽ -6 divided by -2 plus 3 are 1, that is equal to -6. ഈ വാല്യൂ മാത്രമേ f of x1 x2 ഇതിന്റെ വാല്യൂ ഈ ഫോർമുല ഡയറക്റ്റ് ചെയ്ത വാല്യൂ മാത്രമേ ഉള്ളൂ. f of x1 f of x2 എന്ന് പറഞ്ഞാൽ എത്ര? f of x2 8 minus f1 12 divided by x2 minus x1. x2 പറഞ്ഞാൽ -2, sorry, -1 minus -2, that is equal to -4 divided by -4 divided by sorry, f2 8 minus 12 ഇനി x2 എന്ന് പറഞ്ഞാൽ -1, x1 എന്ന് പറഞ്ഞാൽ -2. ഇപ്പോൾ -2 -1 minus -2, അപ്പോൾ എത്ര കിട്ടും? 1, that is equal to -4. അതുപോലെ f of
x2 x3 വാല്യൂ ഇതാണ് f of x2 x3 അതായത് f3 മൈനസ് f2 ഡിവൈഡ് ബൈ x3 മൈനസ് x2 ഇതിൻ്റെ വാല്യൂ f3 മൈനസ് f2 f3 എന്ന് പറഞ്ഞാൽ എത്ര 6 മൈനസ് 8 ഡിവൈഡ് ബൈ x3 എന്ന് പറഞ്ഞാൽ 1 മൈനസ് മൈനസ് 1 മൈനസ് മൈനസ് 1 ദാറ്റ് ഈസ് minus 2 divided by 2 equal to minus 1. Then f of x3 x4 f4 minus f3 6 minus 8 minus 6 divided by 6 minus 8 minus 6 divided by 2 minus 1. 2 minus 1 that is equal to 2. അടുത്ത് f of x4 x5 x4 x5 f of x4 x5 f5 എന്ന് പറഞ്ഞാൽ എത്ര 12 minus 8 12 minus 8 divided by x5 minus x4 x5 എന്ന് പറഞ്ഞാൽ 3 minus 2 3 minus 2 that is equal to 4. അപ്പോൾ ഫസ്റ്റ് ഡിവൈഡ് ഡിഫറൻസ് ആയി ഇനി ഫസ്റ്റ് ഡിഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു സെക്കൻഡ് ഡിഡി അടുത്തത് സെക്കൻഡ് ഡിഡി അതായത് എഫ് ഓഫ് എക്സ് നോട്ട് x1 x2 എത്ര കിട്ടും അതായത് ഇത് വാല്യൂ നമുക്കറിയാം ജനറൽ ഫോർമുല പറഞ്ഞത് എഫ് ഓഫ് xi പ്ലസ് 1 xi പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് xi പ്ലസ് 1 സോറി എഫ് ഓഫ് xi പ്ലസ് 1 xi പ്ലസ് 2 മൈനസ് എഫ് ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ലൈനം xi plus 1 all divided by xi plus 2 minus xi. ഇതാണ് ജനറൽ ഫോർമുല i equal to 0 1 2 3 etc. n minus 2 ലേക്ക് പോകും ഇതാണ് to n minus 2 ജനറൽ ഫോർമുല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ട് x1 x2 കിട്ടും. ഇതിൽ വാല്യൂ മാത്രമാണ് എഫ് ഓഫ് x1 x2 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് x1 ഡിവൈഡ് ബൈ x2 മൈനസ് എക്സ് നോട്ട്. എഫ് ഓഫ് x1 x2 ഇവിടെ ഉണ്ട് -4 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് x1 എത്ര -6 ഡിവൈഡ് ബൈ x2 മൈനസ് x2 മൈനസ് എക്സ് നോട്ട്. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. -1 മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -3. അപ്പോൾ -3 അപ്പോൾ 2 divided by 2 equal to 1. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് x1 നെക്സ്റ്റ് എഫ് ഓഫ് x1 x2 x3 ഇതിൻ്റെ വാല്യൂ എഫ് ഓഫ് x2 x3 എഫ് ഓഫ് x2 x3 ഞാൻ ഫോർമുല ഡയറക്റ്റ് ഇവിടെ പറയാം നമുക്കറിയാലോ ഇതിലതുപോലെ എഫ് ഓഫ് x2 x3 മൈനസ് എഫ് ഓഫ് x1 x2 divided by x3 minus x1. ഇത് വേറെ എത്ര കിട്ടും x2 x3 for x2 x3 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. x2 x3 ആണ് -1 ഇതിൻ്റെ വാല്യൂ -1
minus x1 x2 minus 4 minus 4 divided by x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലേ x3 എന്ന് പറഞ്ഞാൽ 1 x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 അപ്പോൾ -2 that is equal to 3 divided by 3 that is equal to 1. Next നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് f of x2 x3 x4 ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ x2 x3 x3 x4 എന്താ x3 x4 ആണ് 2 minus x2 x3 എത്ര -1 2 minus -1 divided by x4 minus x2 x4 എന്ന് പറഞ്ഞാൽ എത്ര x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് 2 minus x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 അപ്പോൾ -1 3 by 3 equal to 1. അടുത്ത നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് f of x2 x3 x4 x5 then f of x4 x5 minus f of x4 x5 minus f of x3 x4 divided by x5 minus x3 ഇതിന്റെ വാല്യൂ എത്ര x4 x5 എന്ന് പറഞ്ഞാൽ 4 ആണ് അവിടെ 4 ആണ് അപ്പോൾ 4 minus x3 x4 എന്ന് പറഞ്ഞാൽ 2 ആണ് divided by x5 എന്ന് പറഞ്ഞാൽ 3 ആണ് x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ് അപ്പോൾ 2 by 2 equal to 1. ഇനി നമുക്ക് സെക്കൻഡ് ആയിരിക്കുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള തേർഡ് ഒന്ന് ഡി ഡി എന്ന് എഴുതരുത് ഡി ഡി ഞാൻ എഴുതുന്നത് ഡിവൈഡഡ് ഡിഫറൻസ് എന്നുള്ളതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തേർഡ് ഡി ഡി അപ്പോൾ നമുക്ക് ജനറൽ ഫോർമുല എഫ് ഓഫ് xi plus 1 xi plus 2 xi plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of xi plus 3 xi plus 2 xi plus 1 minus f of order model xi plus 1 xi plus 2 xi plus 3 minus f of xi plus 1 xi plus 2. Now divide by xi plus 3 minus xi. Now formula third divided difference in the general formula f of xi plus 1 xi plus 2 xi plus 3 equal to f of xi plus 1 xi plus 2 xi plus 3 minus f of xi plus 1 xi plus 2 divided by xi plus 3 minus xi. അപ്പോൾ ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എഫ് ഓഫ് എക്സ് നോട്ട്
x1 x2 x3 the f of x1 x2 x3 minus f of x0 x1 x2 divided by x3 minus x1. ഇതിനെ വരെ നമുക്ക് കണ്ടോക്ക 1 ആണ്. 1 minus 1 divided by x3 minus x1. x3 എന്ന് പറഞ്ഞാൽ 1 ആണ്. x3 minus x0 x3 minus x0. f of x1 x2 x3 എന്ന് പറഞ്ഞാൽ 1 ആണ്. f of x0 x1 x2 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതിന്റെ വാല്യൂ divided by x0 x3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 minus 3 that is equal to 0. അതുപോലെ f of x1 x2 x3 x4 ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ പറഞ്ഞാൽ f of x2 x3 x4 minus f of x1 x2 x3 divided by x4 minus x1. ഇതിന്റെ വാല്യൂ എത്ര കിട്ടും? 1 minus 1. ഇതിന്റെ വാല്യൂ 1 ആണ്, ഇതിന്റെ വാല്യൂ 1 ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ x4 minus x1. x4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. 2 minus 2 that is 0. Last f of x1 x2 x2 x3 x2 x3 x4 x5. ഇതിന്റെ വാല്യൂ f of x3 x4 x5 minus f of x2 x3 x4 divided by x5 minus x2. ഇതിന്റെ വാല്യൂ നേരത്തെ ചെയ്ത പോലെ തന്നെ 0 ടു. ഇപ്പോൾ എല്ലാ അതൊക്കെ സിമ്പിൾ. ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡായി ഫോർത്ത് വേണമെങ്കിൽ നമുക്ക് ഫോർത്തും കൂടി നോക്കാം. ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ്. ഫോർത്ത് ഈ ഡി ഡിന്ന് വീഡിയോ ശ്രദ്ധിക്കണം. ഡി ഡി എന്ന് എഴുതി കഴിഞ്ഞാൽ ഡിവൈഡഡ് ഡിഫറൻസ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എഴുതുന്നത്. ഫോർത്ത് ഡി ഡി ഫോർമുല ആണ് f of xi plus 1 xi plus 2 xi plus 3 xi plus 4 that is equal to f of xi plus 1 xi plus 2 xi plus 3 xi plus 4 fourth variable minus f of xi plus 2 x plus 1 xi plus 2 xi plus 3 divided by xi plus 4 minus xi. ഇതിന്റെ വാല്യൂ തൊട്ടതിന്റെ വാല്യൂ എത്ര? 0 minus 0 എന്നിട്ടും ഇതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇവിടെ നമുക്ക് f of x0 x1 x2 x3 x4 x5 of x0 x1 x4 വരെ കിട്ടും. ഇതിന്റെ വാല്യൂ പറഞ്ഞാൽ f of x0 x1 x2 x3 x4
minus f of x naught, x1, x2, x3 divided by x4 minus x naught. That is equal to 0 minus 0 by term 0. Fourth term 8 minus 3 equal to 0. Last, f of x1, x2, x3, x4, x5 ഇതിൻ്റെ വാല്യൂ നമ്മൾ 0 ഇട്ടു. അപ്പോൾ അതാണ് ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ്. ഇനി ഫിഫ്ത്ത് ഡിവൈഡഡ് ഡിഫറൻസ് കൂടി ടേബിളിന് വേണ്ടിയിട്ടാണ്. വേണമെന്നില്ല 0 കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ നിങ്ങൾക്ക് ഫിഫ്ത്ത് ഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എഫ് ഓഫ് xi plus 1, xi plus 2, xi plus 3, xi plus 4, xi plus 5 equal to 4 of xi plus 1, xi plus 2, xi plus 3, xi plus 4, xi plus 5 minus f of xi plus 1, xi plus 2, xi plus 3,